നമസ്കാരം, എല്ലാവർക്കും ആദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു മീൻ കറിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണം മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അയല കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായി 1 കപ്പ് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1/4 കപ്പ് വെളുത്തുള്ളി പൊളിച്ചത്, അതിലും കുറവ് അളവിൽ ഇഞ്ചി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചത്, 4-5 പച്ചമുളക് മുറിച്ചത് ഇവയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. 3-4 കഷ്ണം കുടംപുളി ചെറുതായി മുറിച്ച് 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഒരു മൺചട്ടിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാവുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴണ്ട് വരണം. ഇപ്പോൾ അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് പാകമായി വന്നിരിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂണോ സാദാ മുളക് പൊടിയും കൂടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് നല്ല എരിവാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി എല്ലാം ഒന്ന് പച്ചമണം പോകുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സമയത്ത് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറീനെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് വെള്ളമുണ്ട്. കുറച്ച് നേരം തിളയ്ക്കുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. കറി അത്യാവശ്യം ഒന്ന് തിക്കായി വന്ന ശേഷം മാത്രമേ മീൻ ഇടുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. മുകളിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. മീൻ വെന്തതിന് ശേഷം നമുക്കിത് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. വേവുന്ന സമയത്ത് മീനെല്ലാം ഗ്രേവിയിൽ മുങ്ങിക്കിടക്കണം. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയ ശേഷം തിളപ്പിച്ച് 1-2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു മീൻ കറി കാണാനൊക്കെ നല്ല ലുക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഈ മീൻ കറി എന്തായാലും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.